റെഡി കൊടുക്കും അത് കഴിക്കണം. എടുക്കാൻ പറ്റുമോ കുഞ്ഞു പെണ്ണിനെ? എടുക്കാൻ പറ്റുമോ? ആ വെള്ളം അവിടെ തണുപ്പ് പോട്ടെ, ഇത്തിരി സമയം താ. കിട്ടില്ല. ആ നിന്നകൊണ്ടില്ല കുഞ്ഞി. വെള്ളം കഴിഞ്ഞപ്പോൾ കൈ അത് മുഴുവനും കൂടി എടുക്കൂലല്ലോ. കണ്ടോ ഒരാൾ ഞാനിവിടെ കുക്ക് ചെയ്യുമ്പോൾ വന്നിങ്ങനെ ഇരിക്കുവാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതേപോലെ ഒരെണ്ണം? എത്ര ഓടിച്ചാലും അവന് എവിടെയെങ്കിലും കറക്റ്റായിട്ട് ഓടി വന്നിങ്ങനെ ഇരുന്ന് അതിൽ പുക പോണതും ഒക്കെ നോക്കിയിരിക്കും. അവളുടെ വിചാരം അവൾ കുക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഫുഡ് ആവണേന്നാണ്. കണ്ടോ ഒരുത്തി വന്നിങ്ങനെ ഇരിക്കുവാണ്. എത്ര ഓടിച്ചാലും ഇങ്ങനെ വന്നിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലിരിക്കും. കണ്ട സ്റ്റൗവിൻ്റെ നടുക്ക് കയറിയിരിക്കും, സെൻറ്ററിലുള്ള ഈ ഭാഗത്ത്. ആ ഇതിൻ്റെ കാര്യം തന്നെ കണ്ട. എത്ര ഓടിച്ചാലും അവൾ ചെയ്യേണ്ട പണിയിൽ. അപ്പം ഞാനതങ്ങനെ തൊട്ട് കാണിച്ചപ്പോൾ അവളുടെ വിചാരം ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്ന് അങ്ങനെ എന്തോ ആണ് വിചാരിച്ചേക്കണത്. കണ്ടോ കയറിയിരിക്കുന്നത്? എന്തിനാ ഇവളിങ്ങനെ ചെയ്യണേന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതേപോലത്തെ ഒരു പൂച്ചക്കുട്ടി? അവിടെ കിടന്ന് റോണിച്ചൻ്റെ നടന്നതിന് ചെരുപ്പിട്ട് ശബ്ദം കേട്ടാൽ ആ സെക്കൻഡിൽ ഇവിടെ നിന്ന് ഇറങ്ങി ഓടും. ഫുഡ് വെച്ചതിൽ എടുക്കാനുള്ള അവളുടെ ശ്രമമാണ്. അത് ഐസാണ്, കഴിക്കാനും പറ്റണില്ല. അവളുടെ ഫുഡാണെന്ന് മനസ്സിലായി. പരിശ്രമം മതിയാക്കിയ ഞാൻ ഫോൺ എടുത്ത് അത് തുറക്കാൻ നോക്കുന്നത്. ഞാനത് തുറന്ന് വെള്ളം ഒഴിക്കുമല്ലോ, അവളതിന് തുറക്കാൻ നോക്കും. തുറക്കുക കുഞ്ഞി, ഇത് തുറക്കുക കുഞ്ഞി, ഇത് തുറക്കുക വെള്ളം ഇടാൻ. ഞാനത് പൈപ്പ് തുറന്ന് വെള്ളം ഇങ്ങനെ നനക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് അവൾ തുറക്കാൻ നോക്കണമെന്നാണ് കാണുന്നത്. എന്താണ് എന്താണ് കുഞ്ഞി? നോക്കട്ടെ, കുഞ്ഞിക്ക് തന്നെ ഉള്ളതാണത്, ഞാൻ എടുക്കൂല. ആ ഇത് തണുപ്പ് പോകണ്ടേ? അത് നീങ്ങിപ്പോയി. പോന്നു അതിൻ്റെ വെപ്രാളം. തലമാറ്റിപ്പോ നീ അവിടുന്ന് മാറി. വെള്ളം വീഴില്ലേ? വെള്ളം വീഴണ്ടേ? തണുപ്പാണ്, എന്നാലും അവളത് എടുക്കാൻ നോക്കുവാണ്. പൊട്ടും അത് ഐസായോണ്ടേ. ആ ഇതുണ്ട് അത്. ഓ മുഖത്ത് വെള്ളം വേണ്ട നനിയട്ടിപ്പാ. അത് എൻ്റെ തണുപ്പ് പോട്ടെ. ആ തണുപ്പ് പോട്ടെ. ആ
ആ ആ എടുത്തോ എടുത്തു. നീ അത് എടുക്കാനായിട്ട് വന്നതല്ലേ, എടുക്കാൻ പറ്റില്ല എൻ്റെ പൊന്നിനി. ആ തണുപ്പ് പോകണം നല്ല തലയിൽ വെള്ളം വീഴുപ്പാ നീ. ഒക്കെ അത് വേണം എന്തായാലും, കഴിക്കാനും പറ്റില്ല, ഇത്തിരി വെയിറ്റ് ചെയ്യാനും വയ്യ അല്ല കുഞ്ഞേ. അവൾക്കറിയാം അവളുടെ ഫുഡ് തന്നെയാണെന്ന്. അതുകൊണ്ടാണ് ഈ വെപ്രാളം മുഴുവനും. അവൾക്ക് ഇവിടെ താഴെ ഇട്ടെടുത്ത ഉടനെ റോക്കി വരും. അതാണ് ഞാനത് കട്ട് ചെയ്ത് ചെറിയ രീതിയിലാക്കി ഇതിലെടുത്ത് വെച്ചേക്കുവാണ് അവൾക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ റോക്കിനെ കൂടി മത്സരിക്കാൻ ഇയാളെ. എൻ്റെ കൈ കടിക്കണ എന്തൊക്കെയാണ് കാണിക്കണത്? വിശപ്പ് ആക്രാന്തോ എന്തോന്നാ നിനക്ക്? ഞാൻ അത് തൊട്ടതിന് എൻ്റെ കൈക്കിട്ട്. എന്താണ്? നിനക്ക് തന്നെയാണ്, എനിക്ക് വേണ്ട. ആ എന്നാ ഞാനത് ഇവിടെ കൊട്ടിയിട്ട് തരാം. അവൾക്ക് കൺട്രോൾ പോയി തുടങ്ങി. എൻ്റെ കൈക്കിട്ടൊരു കടിച്ച് മുറുക്കിയല്ല, ഒരു എന്താ കാണിക്കണത്? നീ എടുത്തോ എനിക്ക് വേണ്ട. നിൻ്റെയാണത് ഇട്ടാ, എനിക്ക് വേണ്ട. പൊന്നെടുത്തോ. ആ പൊന്നിൻ്റെ ഇത് ഞാനത് എന്ത് ചെയ്തു തന്നെ? ആ അത് തണുപ്പ് പോകാണ്ട് എടുക്കാൻ പറ്റുമോ? ആ എന്തുമ്മാ ദേ എന്നാ എവിടെ എന്തൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ? തണുപ്പല്ലേ? വെള്ളം പോണ പൈപ്പ് വിട്ടിട്ടെ. കിട്ടണില്ലേ എൻ്റെ പൊന്നിന്? തണുപ്പോ? ഭയങ്കര തണുപ്പുണ്ടാ? ഇച്ചിരി കുറച്ച് കൈക്കിട്ട് ഇഷ്ടമല്ലാത്ത പണി. ഒരെണ്ണം കിട്ടി, രക്ഷപ്പെട്ട്. തണുപ്പ് പോട്ടപ്പോഴേക്ക് അവൾക്ക് തിരക്കാണ്. എന്താ ഞാൻ മേത്ത് കയറ്റി ഇരുത്തുന്നതല്ല, അവൾ തന്നെ വരുന്ന് കയറിയിരിക്കുന്നതാണ് ചാടി. പൂച്ചക്കുട്ടികളൊക്കെ വീട്ടിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഒന്നും ചെയ്യണ്ട, അവരിങ്ങനെ ഇണങ്ങിക്കഴിഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവും. എനിക്കിവിടെ ഒരു കോഴി ഉണ്ടായിരുന്നു, കൊത്താൻ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽപ്പുണ്ടെങ്കിൽ അത് ദൂരത്തുനിന്ന് എത്ര ദൂരത്തുനിന്നാണ് പറക്കണേന്നറിയോ? കരിങ്കോഴി ഉണ്ടായിരുന്നത് പറന്ന് എൻ്റെ തലയിൽ വന്നിരിക്കും. എൻ്റെ ഇവിടെ അടുത്ത വീട്ടിലെ ആ ചേച്ചിയെ കണ്ടിട്ട് അവർ ചിരിച്ചിട്ടുണ്ട്, ഇതെന്താ സിമ ഇങ്ങനെയെന്ന്. എന്നുവെച്ചാൽ നമ്മളത്രയും വിശ്വസിക്കുന്നുണ്ട് അത് ആ ജീവികളൊക്കെ. നമ്മളവർക്ക് രക്ഷയാണെന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക്, അല്ലേ? കുഞ്ഞു പെണ്ണിനുണ്ടോ അത്? കുഞ്ഞു പെണ്ണിനുണ്ടോ അത്? അത് ഇങ്ങനെ കറുത്തിട്ട് ഉരുണ്ട് നടക്കുന്ന ഒരു കോഴിയായിരുന്നു. പാവം. എത്ര
കറക്റ്റായിട്ട് എൻ്റെ മുഖത്തോ എങ്ങും നഖം തൊടിയിക്കാണ്ട് എനിക്കൊരു വിഷമവും ബുദ്ധിമുട്ടുണ്ടാക്കാതെ അത് ഓടി പൊക്കം കുറവ് ടൈപ്പായിരുന്നത്. ആ പൂവൻകോഴിയുടെ അടുത്തുനിന്ന് ഓടി പറന്നത് ഭയങ്കര ദൂരം. അത് നിൽക്കുന്നിടത്ത് നിന്ന് എന്നെ കണ്ട് അപ്പം പറന്ന് കറക്റ്റായിട്ട് എൻ്റെ തലയിൽ വന്നങ്ങനെ ഇരിക്കും. ഇറങ്ങൂല അതങ്ങനെ ഇരിക്കും. ഞാൻ പിന്നെ എടുത്ത് കയ്യിൽ പിടിക്കണം. അതൊക്കെ ഒരു നല്ലൊരു മെമ്മറീസാണ്. ആ നിന്നെ പോലെ വീട് എനിക്കൊരു കോഴി വാവയുണ്ടായി. ആ കുഞ്ഞു പെണ്ണിനേലും ഇട്ടു വരുന്ന എന്നാ അറിയോ? അറിയോ കുഞ്ഞു പെണ്ണിനി? ആ കുഞ്ഞു പെണ്ണിനേൽ ഇട്ടു വരുന്ന എന്നാ ആ കോഴി പപ്പക്ക്. കുഞ്ഞുപെണ്ണില്ല അന്നൊന്നും. കുഞ്ഞുപെണ്ണ് ഭൂമിയിലേ ഇല്ല. കുഞ്ഞുപെണ്ണിൻ്റെ അമ്മേ ഇല്ല എന്ന് തോന്നുന്നു ആ സമയത്ത്. അല്ലേ ചക്കരക്കുട്ടിയാണോ? ഇപ്പം എന്തിനാ ഇവിടെ കയറി ഇരിക്കണത്? എനിക്ക് വേറെ പണിയുണ്ട്, പോണം. ആ എല്ലാം മനസ്സിലാവും. നമ്മൾ പറയുന്ന എല്ലാം മനസ്സിലാക്കും. ഇന്ന് കർക്കിടകം തുടങ്ങുവാണ്. അതിൻ്റേതായ എല്ലാവർക്കും ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും. ഇപ്പോഴാണ് ഒരു 10-15 ദിവസത്തിന് മുമ്പ് നെല്ലൂർ എന്നെ വിളിച്ചിരുന്നു. ഒരു പാർട്ടിയുണ്ട്, അതിനെ സഹായിക്കണമെന്ന് പറഞ്ഞു. എല്ലാ കടവും പോലീസ് വരില്ല എന്നോട് എന്നോട് ഈ ജോലി ചെയ്യാൻ പറഞ്ഞത്. എന്റെ കഥകളിൽ വീഡിയോട് സംസാരിക്കില്ല. ഒരാൾ ചൂട് പിടിക്കാൻ കയറിയിരിക്കണ കണ്ടാ. പുറത്തിരിക്കണത് ഇപ്പോൾ ഓഫ് ചെയ്ത കുക്കറാണ്. എന്നിട്ടും പോയിരിക്കണേന്ന് അവിടെ. എത്ര പ്രാവശ്യം ഓടിച്ചാലും അവളവിടെ അങ്ങനെ വന്നിരിക്കും. ഇപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അതിനെ കെട്ടിപ്പിടിച്ചിട്ടിരിക്കുക. ചൂട് കിട്ടാനിരിക്കണതാണെന്ന് എനിക്ക് തോന്നണം. കുക്കർ മുട്ടാതെ ഉണ്ടാ ചുച്ചു അതിന് ചൂടുണ്ടെന്ന് അറിയാം. ഉണ്ടാ മുട്ടാതെ സൂക്ഷിച്ചിരിക്കും. കുഞ്ഞത് മുട്ടും. നീങ്ങേ ഇത് മുട്ടില്ല എൻ്റെ പൊന്നേ.